കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലുടനീളം യൂത്ത് കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതൃത്വത്തിൽ വലിയ ബഹുജന പ്രക്ഷോഭം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബഹുജന പ്രക്ഷോഭത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് ഇന്ന് കേരളത്തിലുടനീളം സംസ്ഥാന ഗവൺമെന്റ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുടനീളം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ സമരപ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താമെന്നുള്ള മൂഢസ്വർഗത്തിലാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇരിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസത്തിലധികമായി കേരളത്തിലുടനീളം ഈ സമരങ്ങളെ പോലീസ് നേരിട്ട രീതിയെക്കുറിച്ച് ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം അത്ഭുതത്തോടെ കണ്ടു നിൽക്കുകയായിരുന്നു. സർവകലാശാലയിലേക്ക് പോയിട്ടുള്ള DYFI പ്രവർത്തകരെ അല്ലെങ്കിൽ SFI പ്രവർത്തകരെ കൈ കൊടുത്തുകൊണ്ട് അതിലേക്ക് വലിച്ചു കയറ്റി കൊടുക്കുകയാണ്, സഹായിച്ചു കൊടുക്കുകയാണ്. കേരളത്തിന്റെ പോലീസ് ഇതുപോലെ ഗതികെട്ട ഒരു കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ നാണം കെട്ട ഒരു സമീപനം പോലീസ് സ്വീകരിച്ച ഒരു കാലം നമുക്ക് എപ്പോഴെങ്കിലും ഓർമ്മയുണ്ടോ? പോലീസുകാരെ SFIക്കാരെ സഹായിക്കുന്നു യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് ചാടിക്കയറാൻ. എന്തൊരു നാണക്കേടാണിത്! എന്നിട്ട് കേരളത്തിലെ ഏറ്റവും സമൂർത്തമായിട്ടുള്ള ജീവിത പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സാധാരണക്കാരന്റെ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന UDF-ന്റെ, യൂത്ത് കോൺഗ്രസിന്റെ, മറ്റ് യുവജന സംഘടനകളുടെ പ്രവർത്തകരെയൊക്കെ നിർദാക്ഷിണ്യം തല്ലിച്ചതക്കുകയും കൂടി ചെയ്യുകയാണ് പോലീസ്. പക്ഷെ ഒരു കാര്യം നിസ്സംശയം പറയാം, യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇന്ന് ഈ സമരം സിവിൽ സ്റ്റേഷന് മുൻപിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ സമരം നിങ്ങളുടെ ഏതെങ്കിലും ഔദാര്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വന്നിട്ടുള്ള സമരമല്ല. ഏതറ്റം വരെയും പോകാൻ തയ്യാറായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. ഇവിടെ DYFIയുടെ നേതാക്കളുടെ ഭീഷണി കണ്ടു. മന്ത്രിമാരെ വഴിതടഞ്ഞാൽ, മന്ത്രിമാർക്കെതിരെ സമരം ചെയ്താൽ കൈകാര്യം ചെയ്തു കളയും. മന്ത്രിമാർക്കെതിരെ സമരം ചെയ്താൽ കൈകാര്യം ചെയ്യുമെന്നാണ് DYFIക്കാരൻ പറയുന്നത്. എന്നാൽ ആ DYFIക്കാരൻ മലപ്പുറത്ത് ചുണയുള്ള ഒരു DYFIക്കാരനുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയും UDF-ന്റെയും ഒക്കെ പ്രവർത്തകരെ ഒന്ന് കൈകാര്യം ചെയ്യാൻ അതിന് മാത്രമൊന്നും DYFI ഇപ്പൊ മൂത്തിട്ടില്ല. നിങ്ങൾ സമരവും മറന്നിട്ടുണ്ട്, നിങ്ങൾ സമരമാർഗങ്ങളും മറന്നിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ ഈ സർക്കാരിന്റെ ഭാഗമായി നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ ഭുജിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറെ നേതാക്കന്മാരുടെ ഭരണവിലാസം സംഘടനയായി DYFI ഒക്കെ എന്നോ അധപ്പതിച്ചു കഴിഞ്ഞു. നിങ്ങൾ സമരം മറന്നവരാണ്. ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രക്ഷോഭം ഏറ്റെടുത്തത്. ഈ നാട്ടിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികൾ, ആ സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ മരുന്നില്ല, അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല, നൂലില്ല, എല്ലാം പുറത്ത് വാങ്ങേണ്ട ഗതികേടാ. ഇത് ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പറഞ്ഞതാണോ? അല്ല. ഇത് കാലങ്ങളായി ഇടതുപക്ഷത്തിന്റെ നാവായി സാമൂഹിക മാധ്യമങ്ങളിൽ നിരന്തരം എഴുതിയിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഹാരിസാണ് പരസ്യമായി എഴുതിയത്, ഡോക്ടറാണ് എഴുതിയത്. ഇപ്പൊ എന്താ പറയുന്നത്? ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ അല്ലെ? ഈ തെറ്റ്, ഈ പ്രയാസം ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ മെഡിക്കൽ കോളേജിലെ അധികാരിക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഈ സർക്കാർ ഭീഷണിപ്പെടുത്തി, സർക്കാരിലെ മന്ത്രിമാർ ഭീഷണിപ്പെടുത്തി. വാസ്തവത്തിൽ കേരളത്തിൽ ഇതുപോലെ മാധ്യമങ്ങളുടെ ശ്രദ്ധയും പൊതുസമൂഹത്തിന്റെ നിതാന്ത ജാഗ്രതയും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതുപോലെ ചില കാര്യങ്ങൾ തുറന്നു പറയുന്ന ഡോക്ടർമാർക്ക് ഉത്തർപ്രദേശിലൊക്കെ യോഗി ആദിത്യനാഥ് സ്വീകരിക്കുന്ന അതേ നിലപാട് ഇവിടുത്തെ ഡോക്ടർമാരോട് പിണറായി വിജയന്റെ സർക്കാരും സ്വീകരിക്കുമായിരുന്നില്ലേ? അതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് പറഞ്ഞു, എന്റെ മകന്റെ പ്രായമുള്ള കുട്ടിയുടെ മുഖത്ത് നോക്കി ഓപ്പറേഷൻ മാറ്റിവെച്ചു എന്ന് ഞാൻ എങ്ങനെ പറയും? എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. മനസ്സാക്ഷിയുള്ള ഒരു ഡോക്ടർമാർക്കും പറയാൻ കഴിയില്ല. ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. മുഖ്യമന്ത്രി മയോ ക്ലിനിക്കിൽ പോയി ചികിത്സ തേടിക്കോട്ടെ, ഞങ്ങൾക്കാർക്കും വിരോധമില്ല. കേരളത്തിന് മുഖ്യമന്ത്രിയാണ്, നല്ല ചികിത്സ കിട്ടണം, അതിൽ ആർക്കും തർക്കമില്ല. പക്ഷേ മുഖ്യമന്ത്രിക്ക് മയോ ക്ലിനിക്കിൽ പോയി ചികിത്സിക്കാൻ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് ഉറുപ്പിക ചെലവാക്കുമ്പോ ഈ നാട്ടിലെ പാവപ്പെട്ടവന് ഒരു പാരസെറ്റമോളെങ്കിലും കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ട് വേണമായിരുന്നു മുഖ്യമന്ത്രി വിമാനം കയറാൻ. മുഖ്യമന്ത്രി വിമാനം കയറുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കണം, കേരളത്തിലെ ഒരു ആശുപത്രിയിൽ ഒരു മുൻ മുഖ്യമന്ത്രി ചികിത്സ തേടിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ കിടക്കുന്നുണ്ട്. 102 വയസ്സുള്ള VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം കേരളത്തിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തെ സഖാക്കളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല കേട്ടോ.
പ്രധാനപ്പെട്ട സഖാക്കളൊന്നും ആ വഴിക്ക് ഇപ്പോ പോകുന്നില്ല, കാര്യമായിട്ട് പോകുന്നില്ല. അപ്പൊ VS അച്യുതാനന്ദന് ഒരു നീതിയും പിണറായി വിജയന് മറ്റൊരു നീതിയുമാണ് എന്നുള്ള വ്യക്തമാണല്ലോ. എന്തായാലും കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, പാവപ്പെട്ടവർ, സ്ത്രീകളടക്കമുള്ളവർ മെഡിക്കൽ കോളേജിൽ പോകുമ്പോ, ആശുപത്രിയിൽ പോകുമ്പോ മരുന്ന് എവിടെ നിന്ന് വാങ്ങണം എന്ന് കൂടി പറയണം. എങ്ങനെ വാങ്ങണം? ഇനി 10,000 1200 ഉറുപ്പിക ക്ഷേമ പെൻഷൻ കിട്ടുന്ന പൈസ കൊണ്ട് മരുന്ന് വാങ്ങാന്ന് കരുതിയാൽ നിങ്ങൾ ആ പെൻഷൻ പോലും മര്യാദയ്ക്ക് കൊടുക്കുന്നില്ലല്ലോ. കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യന് മരുന്ന് വാങ്ങാനുള്ള പൈസയായിരുന്നു ഈ ക്ഷേമ പെൻഷൻ കൊണ്ട് കിട്ടിയിരുന്നത്. അത് കൊടുക്കുന്നില്ല. മരുന്ന് വാങ്ങാൻ മെഡിക്കൽ കോളേജിൽ മരുന്നില്ല, മറ്റ് ചികിത്സാ സംവിധാനങ്ങളില്ല. എന്നിട്ട് ഇടതുപക്ഷ ബദൽ എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോ ഇടതുപക്ഷ ബദൽ എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇതുപോലെയുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന കെട്ടിടങ്ങളാണോ ഇടതുപക്ഷ ബദൽ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബദൽ? കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ ബിൽഡിംഗ് ഇടിഞ്ഞു വീണപ്പോ അവരുടെ ബന്ധുക്കൾ കരഞ്ഞുകൊണ്ട് കാല് പിടിച്ചുകൊണ്ട്, ഈ മന്ത്രിമാരുടെ കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ തെരയണം. വാസവന്റെ കാല് പിടിച്ചു, വീണ ജോർജിന്റെ കാല് പിടിച്ചു, നിങ്ങൾ തെരയണം, ഞങ്ങളുടെ അമ്മ അതിനകത്ത് പെട്ടുകിടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോ തിരിഞ്ഞു നോക്കാതെ അതിനകത്ത് ആരുമില്ല എന്ന് പ്രസ്താവിച്ചയാളാണ് ആരോഗ്യമന്ത്രി. ആരുമില്ല എന്ന് എങ്ങനെ പ്രസ്താവിക്കാൻ കഴിയും? ജീവന് വേണ്ടി ഒരു സ്ത്രീ അതിനകത്ത് മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരല്പം നേരത്തെ തെരയാൻ തയ്യാറായിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ? പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ അവിടെ ചെന്ന് വലിയ തോതിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തപ്പോ മാത്രമല്ലേ അവസാനം സർക്കാർ അത് തെരയാൻ തയ്യാറായത്? അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നും ആ സ്ത്രീയെ കാണാതായവരുടെ കൂട്ടം കൂടി പെടുത്തുമായിരുന്നില്ലേ? എന്തിന് ആ ഒരു ബ്ലോക്കിൽ ചികിത്സയെ ഉണ്ടായിരുന്നില്ല, ആരും അഡ്മിറ്റ് ചെയ്തിരുന്നില്ല എന്ന കള്ളപ്രചരണം ഇവിടുത്തെ മന്ത്രി നടത്തിയില്ലേ? ആരെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്? ഇതൊരു കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മാത്രം കഥയല്ല. കേരളത്തിലുടനീളമുള്ള സർക്കാർ ആശുപത്രികളുടെ ഗതി ഇത് തന്നെയാണ്. ഒരു സ്ഥലത്തും ആവശ്യത്തിന് വരുന്നില്ല. മിക്ക സ്ഥലങ്ങളിലും സർക്കാരിന്റെ പരിഗണന എന്നുള്ളത് കോടിക്കണക്കിന് ചെലവാക്കി ചില സ്ഥലങ്ങളിലൊക്കെ കെട്ടിടം പണിയുന്നതിൽ മാത്രം, അതിന്റെ ഭാഗമായി നടത്തുന്ന വലിയ അഴിമതികളിൽ മാത്രം. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് എന്തായാലും ആരോഗ്യമന്ത്രിമാര് കണക്കാണ്. 2 ആരോഗ്യമന്ത്രിമാരും. ആദ്യത്തെ ആരോഗ്യമന്ത്രിക്ക് PR വർക്കിലായിരുന്നു താല്പര്യമെങ്കിൽ രണ്ടാമത്തെ ആരോഗ്യമന്ത്രിക്ക് TRPയിലാണ് താല്പര്യം. ആശുപത്രിയിലെ ICU ബെഡ് റേറ്റിനെ കുറിച്ചല്ല ആരോഗ്യമന്ത്രിയുടെ താല്പര്യം. ആരോഗ്യമന്ത്രി ചിന്തിക്കുന്നത് TRP റേറ്റിംഗിനെ കുറിച്ചാണ്. ഈ മന്ത്രിക്ക് നല്ലത് വാർത്ത വായിക്കാൻ പോകുന്നത് തന്നെയാണ്. അവരുടെ താല്പര്യം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണെങ്കിൽ അതിന് ഏറ്റവും നല്ലത് പഴയ രീതിയിൽ വാർത്ത വായിക്കാൻ പോകുന്നത് തന്നെയാണ്. അതിനൊരു തെറ്റുമില്ല. പക്ഷേ ഇവിടെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ ഈ മന്ത്രി മറക്കുന്നു. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതിൽ ഈ മന്ത്രി പരാജയപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ആരോഗ്യരംഗം ഒരു കാലത്ത്, അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലം തൊട്ട് കേരളത്തിലെ ആരോഗ്യരംഗം, കേരളത്തിലെ മിഷണറിമാരുടെ പ്രവർത്തന ഫലമായിട്ടൊക്കെ കേരളത്തിലെ ആരോഗ്യരംഗം കൈവരിച്ച ഒരു നേട്ടമുണ്ട്. കേരളത്തിലെ സ്വകാര്യ മേഖല ഉൾപ്പെടെ അതിന് സംഭാവന നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ഈ പിണറായി വിജയൻ സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം മാത്രം കേരളത്തിൽ 100ഓളം സ്വകാര്യ ആശുപത്രികളാണ് പ്രവർത്തനം അവസാനിപ്പിച്ചു പോയിട്ടത്. 100ഓളം സ്വകാര്യ ആശുപത്രികൾ. സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾ പൂട്ടിട്ട് പോകുന്നു, താഴിട്ട് പോകുന്നു. സർക്കാർ മേഖലയിൽ ജനങ്ങൾക്ക് ചികിത്സിക്കാൻ മരുന്നില്ല, ഓപ്പറേഷൻ നടക്കുന്നില്ല, മറ്റൊരു സംവിധാനങ്ങളും ഇല്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കാരുണ്യ ബെനവലന്റ് ഫണ്ട് അടക്കമുള്ള സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് പാവപ്പെട്ടവർക്ക് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ചികിത്സകൾ സൗജന്യമായിട്ട് ലഭിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ സാഹചര്യങ്ങൾ ഇല്ലാതായിരിക്കുന്നു. അങ്ങനെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസകരമായ സാഹചര്യം ഉണ്ടാകുമ്പോ അതിനെതിരായിട്ട് സമരം ചെയ്യുന്ന ആളുകളെ വേട്ടയാടാമെന്നും തല്ലിച്ചതയ്ക്കാമെന്നുമാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ ഇനി 6 or 7 മാസം മാത്രം പ്രായം ആയുസ് ബാക്കിയുള്ള സർക്കാരാണ്. പോലീസുകാർ കേൾക്കണം, പോലീസുകാർ നല്ലോണം കേട്ടോളാം. നിങ്ങൾ ഇങ്ങനെ മസിലും പിടിച്ചു നിൽക്കേണ്ട ഒരു കാര്യമില്ല. 18% DA കുടിശ്ശിക കിട്ടാൻ നിങ്ങൾക്ക് ബാക്കിയാ. 18% ഈ സർക്കാർ തന്നിട്ടുണ്ടോ? ഞങ്ങളെ തല്ലാൻ ആവേശം കാണിക്കുന്ന പോലീസുകാരൻ ഒരു കാര്യം ആലോചിക്കണം. എനിക്ക് തരാനുള്ള പണം ഈ പിണറായി സർക്കാർ തന്നിട്ടില്ല. ഈ സർക്കാർ മാറി UDFന്റെ സർക്കാർ വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് കിട്ടാനുള്ള 18% DA കുടിശ്ശിക കിട്ടൂ എന്ന് പോലീസുകാർക്ക് ഓർമ്മ വേണം. പക്ഷെ DYFIയുടെ പറ്റുബുക്കിൽ നിന്ന്
പോലീസുകാരായിട്ട് മാറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നിപ്പോ ഈ മാർച്ചിനെ അങ്ങ് ആക്രമിച്ച് ഇല്ലാതാക്കി കളയാം എന്നാണ് ചിന്തയെങ്കിൽ ഞങ്ങൾ അതിനെ ഭയന്നിട്ടല്ല, ഭയപ്പെട്ടിട്ടല്ല ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളെ നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ മാർച്ച് മുന്നോട്ട് പോകും. ഈ മാർച്ച് കൊണ്ട് അവസാനിക്കില്ല. കേരളത്തിലുടനീളം ഈ ആരോഗ്യമന്ത്രി രാജിവെക്കുന്നത് വരെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും UDF-ന്റെയും പ്രക്ഷോഭത്തിന്റെ അലയോലികൾ കേരളം മുഴുവനും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. ഉദ്ഘാടനം നിർവഹിച്ച പ്രിയപ്പെട്ട സന്ദീപ് ജി, സഹഭാരവാഹികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സുദീർഘമായൊന്നും സംസാരിക്കുന്നില്ല. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ പാടെ തകർത്ത് തന്റെ മുഖത്ത് ചായം പൂശുന്ന പോലെ എത്ര ചായം പൂശിയാലും വെളുപ്പിച്ചെടുക്കാൻ കഴിയാത്ത അത്രക്ക് തകർത്ത് തരിപ്പണമാക്കിയ ഒരു മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. എത്രയോ പ്രതിഷേധങ്ങൾ കേരളം കണ്ടതാണ്. ഇവിടെ സമരം ചെയ്യാൻ പാടില്ലത്രേ. നിങ്ങൾ ഈ സമരങ്ങളെ റദ്ദ് ചെയ്യാൻ, സമരങ്ങൾക്ക് തിട്ടൂരം പറയാൻ നിങ്ങൾ ആരാണ്? ഈ നാട് തന്നെ സംരക്ഷണത്തിന്റെ പേരിൽ ഒരു വീട്ടമ്മയെ ഈ സർക്കാർ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് തെരുവുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പോലീസ് ഞങ്ങളുടെ സമരത്തെ, ന്യായമായ സമരത്തെ അടിച്ചമർത്താനാണ് നിങ്ങൾക്ക് ഡയറക്ഷനെങ്കിൽ തിരിച്ചടിക്കാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ മക്കൾ തയ്യാറാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയപ്പെട്ട അധ്യക്ഷൻ ഹാരിസ്, ഉദ്ഘാടകൻ സന്ദീപ് ഗാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, നമുക്കറിയാം ഈ സമരം ഈ സർക്കാരിന്റെ ആരോഗ്യ മുഖ്യമന്ത്രി പറഞ്ഞ ലോകത്തിന് മാതൃകയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പിറ്റേ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് ഉൾപ്പെടെയുള്ള ഹാരിസ് ഡോക്ടർ ഉൾപ്പെടെയുള്ളവരുടെ വെളിപ്പെടുത്തലിന്റെ ഒരു സാഹചര്യത്തിൽ കൂടി നടക്കുന്ന ഈ സമരം ഞങ്ങൾ തുടരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ സുരക്ഷിതമാക്കുന്നതിനും നല്ല ഭാവി നേരുന്നതിനു വേണ്ടി ഞങ്ങൾ ഈ സമരം ഏതറ്റം വരവേ ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോ പുറത്ത്, രാജിവെച്ച് പോ പുറത്ത്.
Rashad
യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, ഉപരോധസമരം സിന്ദാബാദ്, ഉപരോധസമരം സിന്ദാബാദ്. പാവപ്പെട്ടൊരു വീട്ടമ്മയെ, പാവപ്പെട്ടൊരു വീട്ടമ്മയെ കൊന്നു തള്ളിയ സർക്കാര്, കൊന്നു തള്ളിയ സർക്കാര്, കൊന്നു തള്ളിയ സർക്കാര്, കൊന്നു തള്ളിയ സർക്കാര്. വീണ ജോർജ് മൂരാജ്, വീണ ജോർജ് മൂരാജ്, വീണ ജോർജ് മൂരാജ്, വീണ ജോർജ് മൂരാജ്. രാജിവെക്ക് പുറത്തു പോകും, രാജിവെക്ക് പുറത്തു പോകും, രാജിവെക്ക് പുറത്തു പോകും, രാജിവെക്ക് പുറത്തു പോകും. കള്ള കള്ള പിണറായി, കള്ള കള്ള പിണറായി, കള്ള പിണറായി, കള്ള പിണറായി. പാവപ്പെട്ടൊരു വീട്ടമ്മയെ, പാവപ്പെട്ടൊരു വീട്ടമ്മയെ കൊന്നു തള്ളിയ സർക്കാര്, കൊന്നു തള്ളിയ സർക്കാര്. രണ്ടാളോ മൂന്നാളോ എടുത്തു നിർത്തും. കേരളമാകെ പ്രതിഷേധം, കേരളമാകെ പ്രതിഷേധം. മലപ്പുറത്തും പ്രതിഷേധം, മലപ്പുറത്തും പ്രതിഷേധം, മലപ്പുറത്തും പ്രതിഷേധം. പാവപ്പെട്ടൊരു വീട്ടമ്മയെ, പാവപ്പെട്ടൊരു വീട്ടമ്മയെ, പാവപ്പെട്ടൊരു വീട്ടമ്മയെ, പാവപ്പെട്ടൊരു വീട്ടമ്മയെ സർക്കാര്, കൊന്നുകളഞ്ഞ സർക്കാര്, കൊന്നുകളഞ്ഞ സർക്കാര്, കൊന്നുകളഞ്ഞ സർക്കാര്. നാണമില്ല സർക്കാര്, ഭരിക്കാൻ അറിയില്ലെങ്കിൽ, ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോപ്പുറത്ത്, രാജിവെച്ച് പോപ്പുറത്ത്. കാലം മാറും വെള്ളം മാറും, കാലം മാറും വെള്ളം മാറും, കാലം മാറും വെള്ളം മാറും, കാലം മാറും വെള്ളം മാറും. അപ്പൊ കാണാം തെരുവിൽ കാണാം, അപ്പൊ കാണാം തെരുവിൽ കാണാം.
കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് അങ്ങതലക്കെ കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് ഇല്ല ഇല്ല പിളകോട്ടില്ല ഇല്ല ഇല്ല പിളകോട്ടില്ല ഇല്ല ഇല്ല പിളകോട്ടില്ല ഇല്ല ഇല്ല പിളകോട്ടില്ല ഒരടി പോലും പിളകോട്ടില്ല ഒരടി പോലും പിളകോട്ടില്ല യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് കട്ടിത്തൊപ്പി പോലീസ് കട്ടിത്തൊപ്പി പോലീസ് കട്ടിത്തൊപ്പി പോലീസ് കട്ടിത്തൊപ്പി പോലീസ് കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ കാക്കിക്കുള്ളിൽ സഖാക്കളെങ്കിൽ ഓ പുല്ലേ പോളാ പുല്ലേ ഓ പുല്ലേ പോളാ പുല്ലേ ഓ പുല്ലേ പോളാ പുല്ലേ ഓ പുല്ലേ പോളാ പുല്ലേ പോലീസ് പോളാ പുല്ലേ പോലീസ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് ഇല്ല ഇല്ല പുറകോട്ടില്ല ഇല്ല ഇല്ല പുറകോട്ടില്ല ഇല്ല ഇല്ല പുറകോട്ടില്ല ഇല്ല ഇല്ല പുറകോട്ടില്ല ഒരടി പോലും പുറകോട്ടില്ല ഒരടി പോലും പുറകോട്ടില്ല ഒരടി പോലും പുറകോട്ടില്ല ഒരടി പോലും പുറകോട്ടില്ല
കൂട്ടമേ കൊലപ്പെടുത്തിയ നിങ്ങൾക്കെതിരെ പ്രതിഷേധം പോലീസ് വർദ്ധിക്കാണ് പിന്നോട്ട് ഇല്ല ഇല്ല പിറകോട്ടില്ല